ഇറ്റ്സ് തേഴ്സ്ഡേ മോർണിംഗ്. ഒരു 1 വീക്കായിട്ട് 1 വീക്കല്ല, മോർ ദാൻ 1 വീക്സ് ആയെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ വീഡിയോസൊന്നും ലോങ് വീഡിയോസ് തീരെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ആരുവിന് വയ്യായിരുന്നു. ഒന്നാമത്തെ കാര്യമല്ല, മെയിൻ പ്രശ്നം അത് തന്നെയാണ്. ആരുവിന് പനിയൊക്കെ ആയിരുന്നു കേട്ടോ. പനിയായിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളും, ഭക്ഷണം കഴിക്കാനില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ദിവസത്തിന് ശേഷം പിന്നെ ഇന്നാണോ ഒന്ന് പുള്ളി കുറച്ചും കൂടെ ഒന്ന് കൂളായിട്ടൊക്കെ ബിഹേവ് ചെയ്യണം. ഇന്നാരും ഞാൻ ക്ലാസ്സിൽ വിടാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുവായിരുന്നു കേട്ടോ. പക്ഷേ ഇവൻ രാവിലെ എണീറ്റ സമയത്ത് തന്നെ കാലുവേദനയാ, അങ്ങനെ വയ്യ ഇങ്ങനെ വയ്യ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇവന് ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്നൊന്നായിട്ട് ഓരോ ചുമയുണ്ടായിരുന്നു. അത്രേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇനി പുറത്ത് കാണിക്കാത്തതാണെന്ന് എനിക്കറിയത്തില്ല, ഉള്ളിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര വഴക്കായിരുന്നു. ഇവൻ പൊതുവെ ഇച്ചിരി കാമായിട്ടുള്ള ബേബിയാണ്, വഴക്കൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. പക്ഷേ ഈ ഒരു 1 വീക്ക് എൻ്റെ ചാറ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്ന് ക്ലാസ് വിടാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും വീണ്ടും പുള്ളിക്ക് വയ്യ, കാലുവേദന, ഇവിടെ വേദന അവിടെ വേദന എന്നൊക്കെ പറഞ്ഞ് സർവത്ര പ്രശ്നം. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ കൊണ്ടുവന്ന് ചില്ലാക്കാം. ഇവന് ജസ്റ്റ് വണ്ടിയിലൊന്ന് വെറുതെ ഒന്ന് കടയിൽ പോയാലും മതി, അവൻ ഓക്കെ ആവും. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ആരും വിച്ചും കൂടെ മീൻ വാങ്ങാൻ വേണ്ടി വന്നേക്കുന്നതാണ് തട്ടയിൽ. ഈ അടുത്തായിട്ടാണെങ്കിൽ ദിവസം മഴയും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് മീനൊന്നും അങ്ങനെ കിട്ടണേ ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള മീനല്ലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ഒരു ചേച്ചി ഇത് കണക്ക് മീൻ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രഷ് മീൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് കടവിൽ പോയി എടുത്തിട്ട് വരുന്ന നല്ല ഫ്രഷ് മീനാട്ടോ, അങ്ങനെ കൊണ്ടുവന്ന് തരലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്ക് ഫുള്ള് നമ്മൾ മത്തിയായിരുന്നു. വിച്ചുവിനാണെങ്കിൽ മത്തിയൊന്നും അങ്ങനെ കഴിക്കൽ ഇഷ്ടമാണ്, പക്ഷേ ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ വിച്ചുവിന് കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ചൂരയോ കേര എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് പുള്ളിക്കാരൻ, ആ കടല ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്കൊരു ചൂര കട്ട് ചെയ്ത് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ആരും വീണ്ടും വഴക്ക് തുടങ്ങി, ആരൊരു വേദന എടുക്കുക. കാരണം നമ്മൾ പോസ്റ്റ് അടിച്ച് കടയിൽ നിൽക്കുകയാണല്ലോ, അത് അവന് ഇഷ്ടമല്ല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആവുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഓടി നടക്കാൻ വൈഡായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആരും നമ്മൾ കയ്യിലെടുത്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും ആരും വഴക്ക് തുടങ്ങി. പിന്നെ നമ്മൾ പെട്ടെന്ന് മീനൊക്കെ വാങ്ങിയിട്ട് വന്ന് വേഗം കറി വെച്ചിട്ട് ഇത്തിരി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ചോറൊന്നും കഴിക്കണേ ഉണ്ടായിരുന്നില്ല. ചോറെന്നല്ല ഒരു സാധനം ഈ ചെറുക്കൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. നോർമലി ഇവന് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തോ പനിയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഒന്നും കഴിക്കണ്ടായിരുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചുമ്മാ കട്ട് ചെയ്ത് കൊടുത്ത് ഇവൻ കഴിച്ചോളൂ കേട്ടോ. പക്ഷേ ഈ ഒരു 1 വീക്കിന് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് ആരോന് പൊതുവെ ഇത്തിരി ക്ഷീണമാണ്, വെയിറ്റ് എപ്പോഴും കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഞാൻ വെയിറ്റിനെ വെച്ച് എനിക്ക് വലിയ ബോധേഡല്ല, എനിക്കങ്ങനെ പ്രശ്നമില്ല. എങ്കിലും ഇപ്പോൾ കുറച്ചും കൂടെ അവൻ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊന്നും കഴിക്കണേ ഇല്ലായിരുന്നു. ആരുവാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഫുഡ് കഴിച്ചാലും നന്നാവാത്തൊരു ശരീരപ്രകൃതിയാണ്. ഞാൻ ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. എന്നാൽ അത്യാവശ്യം ഒരു ടൈമിൽ അവനെല്ലാം കഴിക്കുകയും ചെയ്യുമായിരുന്നു. കഴിച്ചാലും ഇവൻ നന്നാവത്തില്ല. കഴിച്ചിട്ടും നന്നാവാത്തൊരു ശരീരപ്രകൃതിയാണ് ആരുവിൻ്റെ. എനിക്ക് തോന്നുന്നു വിച്ചുവിൻ്റെ മാത്രമല്ല, വിച്ചുവിൻ്റെ പപ്പയുടെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടൈം കഴിഞ്ഞിട്ടാണ് അവന്മാർ കസിൻസൊക്കെ ആണെങ്കിലും നന്നായെന്ന് ഇങ്ങനെ അപ്പച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നന്നാവാത്തതിന് ഞാൻ വലുതായിട്ട് ഇതാക്കാറില്ല. പക്ഷേ പനി ആയതുകൊണ്ട് പിന്നെയും പുള്ളി അങ്ങ് വയ്യാണ്ടായി ഒന്നും കഴിക്കണില്ലായിരുന്നു. പിന്നെ അമ്മയാണെങ്കിലും പുറത്ത് പുല്ലൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് വെളിയിലൊക്കെ നടന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുറത്തോട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു പ്രോഡക്റ്റ് വരാറുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ചുവിനാണെങ്കിൽ ഇഷ്ടമല്ല ഇങ്ങനെ ഓൺലൈനൊന്നും ഡ്രസ്സ് എടുക്കുന്നതൊന്നും, തീരെ ഇഷ്ടമല്ല. ഞാൻ എടുക്കുന്നതും ഇഷ്ടമല്ല, അല്ലാണ്ട് ആർക്കും എടുത്തു കൊടുക്കുന്നതും ഇഷ്ടമല്ല. പക്ഷേ എനിക്കാണെങ്കിൽ പൊതുവേ ഇങ്ങനെ ബേബി ഗേളിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ ഓൺലൈൻ നോക്കി കിട്ടും. വലിയ റേറ്റും ഇല്ല, അഫോർഡ് ചെയ്യാവുന്ന റേറ്റിൽ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ആരും ഒരു ബേബി ഗേൾ ആയിരുന്നെങ്കിൽ ആരും എടുത്ത് കൊടുക്കുമല്ലോ. ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ചുമ്മാ ഫ്ലിപ്പിലോ ആമസോണിലൊക്കെ ചുമ്മാ വിഷ് ലിസ്റ്റിലിട്ട് വയ്ക്കും. എന്തിനാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ബേബി ഗേൾ ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വിഷ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഡ്രസ്സ് നോക്കിയിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്തു. വിച്ചപ്പോൾ എന്നോട് ഇന്നലെയും പറഞ്ഞു പ്രോഡക്റ്റ് ക്യാൻസൽ ചെയ്തേക്ക്, നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങാം, ഓൺലൈൻ എടുക്കണ്ടെന്ന്. പിന്നെ നമ്മൾ വിച്ചു എന്തായാലും ഞാൻ ഓർഡർ ചെയ്തതല്ലേ, അത് വന്നിട്ട് ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വരികയെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് വന്നു. ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കാമെന്ന് കേട്ടോ പറഞ്ഞു, അല്ലാണ്ട് ലാൻഡ്മാർക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ട് നമുക്ക് പ്രോഡക്റ്റൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വരുന്ന സൺഡേ ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നിട്ട് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണ്ട, റിട്ടേൺ ചെയ്തേക്കാം, എന്നിട്ട് ഡയറക്റ്റ് ഷോപ്പിൽ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആരുവിനൊരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആരുവിന് ഞാൻ ഇത് കണക്ക് ബർത്ത്ഡേ ആണ് ആരുവിൻ്റെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ഇത് കണക്ക് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുവിനൊന്നും ഓൺലൈൻ എടുക്കാൻ വിച്ചു സമ്മതിക്കത്തേ ഇല്ല, കാരണം വിച്ചുവിന് ഇഷ്ടമല്ല ഓൺലൈൻ എടുക്കുന്നത്, എന്തും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഓൺലൈൻ എടുക്കുന്ന കുറേയൊക്കെ വേർത്താണ്, കുഴപ്പമില്ല. ഞാൻ കൂടുതൽ ഓൺലൈനൊക്കെ എടുക്കും കേട്ടോ. വിച്ചുവിന് പക്ഷേ ഇഷ്ടമല്ല, വിച്ചു ഷോപ്പിൽ നിന്ന് എടുക്കാറുള്ളൂ, ആരുവിനും എടുക്കാൻ സമ്മതിക്കാറില്ല.
അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ പുല്ലൊക്കെ പറിച്ച് അവിടെ ഇവിടെയൊക്കെ എറിയുന്നുണ്ട്. അതാണ് വീഡിയോയ്ക്കകത്ത് പുല്ലൊക്കെ വന്ന് വീഴുന്ന സീൻ കാണുന്നത്. ഞാൻ തിരിച്ച് വരുന്നത് എനിക്ക് വീഡിയോ എടുത്തിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എന്തൊക്കെയോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാനും ആരും കൂടെ പ്രോഡക്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ. ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് എടുത്തിട്ടാണ് അവൻ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും കഴിക്കാനുണ്ടായിരുന്നില്ല. നോർമലി ഒരു 20 മിനിറ്റ്സ് കൊണ്ട് അവൻ കഴിച്ച് കഴിയും, അങ്ങനെയാണ്. ഇതവൻ കഴിക്കണേ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഇതൊക്കെ പൊട്ടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വായിൽ വെച്ച് കൊടുക്കും. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കൽ നടക്കുന്നുണ്ട്. കുറേ സമയം എടുത്തിട്ടാണ് 3-4 ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ആരും കൂടെ ഇങ്ങനെ പൊതുവേ ഇങ്ങനെ ഓൺലൈൻ വാങ്ങുന്ന സാധനങ്ങളൊക്കെ പൊട്ടിച്ച് നോക്കാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പിന്നെ ഞാനും ആരും കൂടെ അതൊക്കെ പൊട്ടിച്ച് നോക്കി. നല്ല ഡ്രസ്സാണ് കേട്ടോ. നല്ല ക്യൂട്ട് ഡ്രസ്സ് എന്ന് പറയാം. നല്ല രസമുണ്ടായിരുന്നു. ഒരു പിങ്ക് വൈറ്റ് ഷെയ്ഡായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും നോർമലി ഇങ്ങനെ ഓൺലൈൻ എടുക്കുന്ന ചിലപ്പോഴൊന്നും ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അമ്മയും പറഞ്ഞു, അയ്യോ നല്ല രസമുണ്ടല്ലേ, എന്ത് രസമുണ്ടെന്ന് അമ്മ അവിടെ അപ്പുറത്ത് നിന്ന് പുല്ല് പറിക്കും കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, നല്ല രസമുണ്ടോ, ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, ഈ ഡ്രസ്സ് നല്ല ക്യൂട്ടാണ്, കുറച്ചും കൂടെ കളറുണ്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഞാൻ ആരും വെച്ചൊക്കെ നോക്കുകയാണ്. ആ ബേബിക്ക് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ. കാരണം അവൾ നല്ല ക്യൂട്ടാണ്. കുഞ്ഞാണ് ആൾ, പക്ഷെ നല്ല ക്യൂട്ടാട്ടോ അവളെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. അപ്പോൾ അവൾക്ക് ഇട്ടാൽ ഈ ഷെയ്ഡ് നല്ലതായിരിക്കും. എനിക്ക് പൊതുവേ ഇങ്ങനെ വീർത്തിരിക്കുന്ന അങ്ങനത്തെ ഒരു ഡ്രസ്സിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനത്തെ കോട്ടൺ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സിമ്പിൾ ഡ്രസ്സൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. കാരണം പിള്ളേർക്കും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും ചൂടുള്ള ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ. ഇപ്പോൾ ആരുവാണെങ്കിലും ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ജീൻസ് ഒന്നും ഇട്ട് കൊടുക്കില്ല. കാരണം അവൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇട്ട് കൊടുക്കില്ല. കാരണം പിള്ളേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പൊതുവേ അങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സൊന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എന്തായാലും റിട്ടേൺ ചെയ്യത്തില്ല. ഇപ്പോൾ എൻ്റെ ഡൗട്ട് ഇത് നമുക്ക് സൈസ് ആയിരിക്കുമോ എന്നാണ്, എനിക്കറിയത്തില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് സത്യം പറഞ്ഞാൽ എടുത്തിട്ടുണ്ടായിരുന്നതല്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വിച്ചു ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നുള്ള രീതിക്ക് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇടുന്നൊന്നും ഇല്ലല്ലോ, ഒന്നിനും സമയമില്ല. പക്ഷേ ഇവന് വയ്യാത്തതുകൊണ്ടാട്ടോ മെയിനായിട്ടും. പിന്നെ എനിക്ക് എടുത്തു തരാനും ആരുമില്ല. പിന്നെ സെക്കൻഡ് തിങ്, എൻ്റെ ഫോൺ കൊള്ളത്തില്ല. എൻ്റെ റിയൽമി 9 പ്രോയോ 9 എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറയൊക്കെ മൊത്തത്തിൽ പോയിരിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ല. അതാണ് മെയിൻ കാരണം. ഞാനതുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനുണ്ടായില്ല. പിന്നെ ഇത് ഞാൻ ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസത്തേക്കുള്ള ഷോർട്സ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരുൻ്റെ ഡ്രസ്സ് വന്നതും ഈ ബേബിയുടെ ഡ്രസ്സ് വന്നതൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ലോങ് വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.